ഗൈസ് രാവിലെ എണ്ണിച്ച് യൂട്യൂബിൽ ഹാഷിൻ്റെ വീഡിയോ ആണ് പെട്ടെന്ന് ഞാൻ ഒരു കാര്യം കളിച്ചത്. പറഞ്ഞാൽ ഇന്നലെയല്ലേ വാഴ 2 ഇറങ്ങിയത്. അപ്പോൾ ഗൈസ് ഇന്ന് നമുക്ക് വാഴ 2 കാണാൻ പോകാം. ഗൈസ് ഇന്ന് നമ്മൾ 10,000 സീമിലാണ് സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി സിനിമ കാണാൻ കയറട്ടെ. അങ്ങനെ ഇൻട്രോയിൽ ഞാൻ ടോവിനിയുടെ പള്ളിച്ചട്ടമ്പയുടെയും ജയശ്രീയുടെ കത്തനാറിൻ്റെ ഒക്കെ ട്രെയിലർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വാഴയുടെ ഫസ്റ്റ് ഹാഫ് മൊത്തം നമ്മൾ ചിരിപ്പിച്ച് വന്ന് ഇനി സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് പറയാം ബാക്കി. അങ്ങനെ അവസാനം സിനിമ കഴിഞ്ഞു. ഗൈസ് വാഴ 2 കണ്ടിട്ട് ഇപ്പം കൊണ്ട് വന്നതേ ഉള്ളൂ. ഒന്നും പറയില്ല, കിടിലൻ സിനിമ. 10 നമ്മൾ സിനിമയ്ക്ക് കൊടുക്കും. കാരണം അതുപോലെ അടിപൊളി സിനിമ. എനിക്കത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു തിയേറ്ററിൽ കടന്ന് ഇത്രയും കടന്ന് ചിരിക്കുന്നത്. കാരണം അതുപോലെ ഫുള്ള് കോമഡിയും കാര്യങ്ങളായിരുന്നു. നമ്മുടെ ഹാഷർ പിള്ളേരും സാബറും പിള്ളേരും അല്ലമീനും പിള്ളേരും എല്ലാം നമ്മളെ ചിരിപ്പിച്ച് കൊല്ലും. ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ ഫുള്ള് കോമഡിയും നമ്മളെ ചിരിപ്പിച്ച് കൊല്ലും. സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ അത്യാവശ്യം നല്ല നമ്മുടെ സാഡ് സീൻസൊക്കെ ഫുൾ ഇമോഷണൽ ആയിട്ടുള്ള സീനുകളായിരുന്നു. അവസാനത്തെ ഒരു സീനും പ്ലസ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടെ വന്നപ്പോഴേക്കും നമ്മളെ കരയിപ്പിച്ച് കളയും. അതേപോലെ സീനായിരുന്നത്. സിനിമ മൊത്തത്തിൽ കിടിലം. ഒന്നുകൂടെ കാണാൻ തോന്നുന്നു സത്യം പറഞ്ഞ സിനിമ. അടിപൊളി സിനിമ. ഇങ്ങോട്ട് കിഡിലായിട്ട് ഇവന്മാർ അഭിനയിച്ചിട്ടുണ്ട്. ആശ്രമന്മാരെ പറ്റുന്ന റോൾ തന്നെ ഇവന്മാർ ചെയ്തിട്ടുള്ളത്. കാരണം അതുപോലെ അവർ നല്ല കിഡിലായിട്ട് അഭിനയിച്ച് ഈ സിനിമ അത്യാവശ്യം നമുക്ക് ലൈഫിൽ അത്യാവശ്യം റിലേറ്റബിൾ ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബായ്, നീ അടുത്തുള്ള വയ്ക്കാം.